വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന മഹത്തായ ആദർശം ലോകത്തിന് സമ്മാനിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിലുള്ള ഈ വിദ്യാലയം 1964 ജൂണിൽ സ്ഥാപിതമായി. മൂവാറ്റുപുഴയുടെ ഹൃദയഭാഗത്തുള്ള ശ്രീകുമാര ഭജന ക്ഷേത്രാങ്കണത്തിലാണ് ഈ സരസ്വതി മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. എളിയ രീതിയിൽ തുടങ്ങിയ ഈ വിദ്യാലയം പ്രശസ്തിയുടെ പടവുകൾ താണ്ടി ഇന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. 8, 9, 10 ക്ലാസുകളിൽ സമാന്തര ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ 12 ഡിവിഷനുകളിലായി കുട്ടികൾ അധ്യയനം നടത്തിവരുന്നു. SNDP യൂണിയൻ മൂവാറ്റുപുഴയുടെ പ്രസിഡന്റായ ശ്രീ VK നാരായണൻ മാനേജരും ശ്രീ PN പ്രഭ വൈസ് പ്രസിഡന്റും അഡ്വക്കേറ്റ് AK അനിൽകുമാർ സെക്രട്ടറിയുമായി ചുമതല വഹിക്കുന്ന ഈ യൂണിയൻ്റെ കീഴിൽ SNDP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, BEd കോളേജ് എന്നീ സ്ഥാപനങ്ങൾ വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ശ്രീമതി VS ധന്യ ഹെഡ്മിസ്ട്രസ്സായും ശ്രീ TC സന്തോഷ് PTA പ്രസിഡന്റായും ശ്രീ CP ഉത്തമൻ നായർ അഡ്മിനിസ്ട്രേറ്ററായും പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തിൽ 21 അധ്യാപകരും 4 അനധ്യാപകരും സേവനമനുഷ്ഠിക്കുന്നു. 1998 ഇവിടെ +2 വിഭാഗം ആരംഭിച്ചു. അന്നു മുതൽ +2 ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ കഴിയുന്നത് ഈ സ്കൂളിൻ്റെ അഭിമാനാർഹമായ നേട്ടങ്ങളിൽ പെടുന്നു. അർപ്പണ മനസ്കരും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിക്കൊണ്ട് അധ്വാനശീലരായി പ്രവർത്തിക്കുന്ന അധ്യാപകരും അച്ചടക്കമുള്ള വിദ്യാർത്ഥികളുമാണ് സ്കൂളിൻ്റെ മൂലധനം. വിശാലമായ കളിസ്ഥലം, ലൈബ്രറി, ലബോറട്ടറി, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കമ്പ്യൂട്ടർ ലാബ്, ക്ലാസ് മുറികൾ, ഓഫീസ് സ്റ്റാഫ് റൂം എന്നിവ അടങ്ങിയ വലിയൊരു കെട്ടിട സമുച്ചയമായി ഇന്നത്തെ സ്കൂളിനെ മാറ്റിയതിന് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റിന് മഹനീയമായ പങ്കാണ് ഉള്ളത്. 2023-24 അധ്യയന വർഷം പ്രവേശനോത്സവത്തോടെ ജൂൺ 1 ആരംഭിച്ചു. ശ്രീ പായിപ്ര രാധാകൃഷ്ണൻ സാറിൻ്റെ ആശയസമ്പുഷ്ടമായ വാഗ്ധോരണി കൊണ്ട് ആനന്ദം നിറഞ്ഞതായിരുന്നു പ്രവേശനോത്സവം. ഈ വർഷവും നമ്മുടെ സ്കൂളിന് 100% വിജയവും 20 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചു. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഫുൾ A+ ലഭിച്ച എല്ലാ കുട്ടികളുടെയും ഭവനങ്ങളിൽ അധ്യാപകർ നേരിട്ട് ചെന്ന് മധുരം നൽകി സന്തോഷം പങ്കുവച്ചു. ഈ വർഷത്തെ NMMS പരീക്ഷയിൽ 2 കുട്ടികൾ സ്കോളർഷിപ്പിന് അർഹരായി. ജൂൺ 5 പരിസ്ഥിതി ദിനം മുതൽ വായനാ ദിനം, യോഗാ ദിനം, ഹിരോഷിമ ദിനം, സ്വാതന്ത്ര്യദിനം, വയോജന ദിനം, കേരളപ്പിറവി ദിനം തുടങ്ങി വിവിധ ദിനാചരണങ്ങൾ നടത്തിവരുന്നു. സബ് ജില്ലാ തലത്തിൽ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര വിദ്യാരംഗ ക്ലബ്ബുകളുടെ പ്രവർത്തന ഫലമായി ഏറ്റവും കൂടുതൽ കുട്ടികൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കുകയും ജില്ലാ മേളകളിൽ പങ്കെടുക്കുവാൻ അർഹത നേടുകയും ചെയ്തു. സബ് ജില്ലാ സാമൂഹ്യശാസ്ത്ര മേളയ്ക്ക് നമ്മുടെ സ്കൂൾ വേദിയായി. ശാസ്ത്രരംഗത്തും സാമൂഹ്യശാസ്ത്ര രംഗത്തും നമ്മുടെ കുട്ടികൾ റണ്ണറപ്പായി. പിറവത്ത് വെച്ച് നടന്ന ജില്ലാതല ശില്പശാലയിലും വിദ്യാർത്ഥികളിൽ യുവശാസ്ത്രജ്ഞരെ സൃഷ്ടിക്കാൻ ഉതകുന്ന യങ് ഇന്നൊവേറ്റേഴ്സ് പ്രോഗ്രാമിലും അഹമ്മദ് വസീം പങ്കെടുത്തു. അറബി കലോത്സവത്തിൽ പങ്കെടുത്ത് നിഘണ്ടു നിർമ്മാണത്തിൽ സംസ്ഥാന തലത്തിൽ അമാൻ ഷാ ഫസ്റ്റ് A ഗ്രേഡ് കരസ്ഥമാക്കി. തിരുവല്ലയിൽ വെച്ച് നടന്ന സംസ്ഥാന സോഷ്യൽ സയൻസ് ടാലൻറ്റ് സെർച്ച് എക്സാമിൽ അഭയ് കൃഷ്ണ റെജി A ഗ്രേഡ് നേടിയത് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനാർഹമായ നേട്ടങ്ങളിൽ പെടുന്നു. ഓണം, ക്രിസ്മസ് ആഘോഷങ്ങൾ അതിഗംഭീരമായി തന്നെ നടന്നു. 10ാം ക്ലാസ്സിലെ കുട്ടികളുമായി ഏകദിന പഠനയാത്ര നടത്തി. യുവതലമുറയിൽ ലഹരിയുടെ ഉപയോഗം കൂടുന്ന സാഹചര്യത്തിൽ വിമുക്തി ക്ലബ്ബും ലഹരി വിരുദ്ധ ക്ലബ്ബും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി. ബോധവൽക്കരണ ക്ലാസുകൾ, ഏകദിന ശില്പശാല, SPC കുട്ടികൾ ലഹരിക്കെതിരെ നടത്തിയ ദൃശ്യാവിഷ്കാരം എന്നിവ ഇവയിൽ ചിലതാണ്. ടീൻസ് ക്ലബ്ബിൽ കൗമാര പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. SSKയുടെ നേതൃത്വത്തിൽ നടത്തിയ ഫിലിം ഫെസ്റ്റിവലിൽ ഫിലിം ക്ലബ്ബിലെ കുട്ടികൾ പങ്കെടുത്തു. 3 കുട്ടികൾ ജില്ലാതലത്തിൽ മത്സരിക്കുന്നതിന് യോഗ്യത നേടുകയും ചെയ്തു. സ്കൂൾ കലോത്സവത്തിലും ഈ വർഷം മികച്ച നേട്ടം ഉണ്ടായി. സബ് ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനത്തിന് അർഹത നേടിയ വഞ്ചിപ്പാട്ട്, ഒപ്പന, ഉറുദു സംഘഗാനം എന്നീ ഇനങ്ങൾ
പിറവത്ത് വെച്ച് നടന്ന ജില്ലാ കലോത്സവത്തിൽ മത്സരിച്ചു. കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് എ ഗ്രേഡ് കരസ്ഥമാക്കി. ജൂബിലി നിറവിൽ നിൽക്കുന്ന SNDP ഹൈസ്കൂളിൻ്റെ 60ാം വാർഷികം വർണ്ണാഭമായ ആഘോഷങ്ങളോടെ സമുചിതമായി ആചരിച്ചു. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ജിൻസ് ഗോപിനാഥ് നയിച്ച ഗാനസന്ധ്യയും മ്യൂസിക് ആൻഡ് മിമിക്സ് മെഗാ ഷോയും മുഖ്യ ആകർഷകങ്ങളായിരുന്നു. മുതൽ SPCയും 2017 മുതൽ NCCയും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും മൂല്യബോധത്തിനും വ്യക്തിത്വ വികാസത്തിനും ഉതകുന്ന SPC NCC പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ഈ വർഷം SPC ക്വിസ് മത്സരത്തിൽ നമ്മുടെ കേഡറ്റ്സ് മികച്ച വിജയം നേടി. SPC സംസ്ഥാനതലം ക്യാമ്പിലേക്ക് ഗോകുൽ VS തെരഞ്ഞെടുക്കപ്പെട്ടു. NCC RDCയുമായി ബന്ധപ്പെട്ട് ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷനിൽ ക്രിസ്റ്റി അനിൽ, ശ്രീലക്ഷ്മി EV എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. കായിക രംഗത്ത് അഭിമാനാർഹമായ നേട്ടം കൈവരിക്കാൻ ഈ വർഷവും സാധിച്ചു. കബഡി ടീം ജില്ലാ തലത്തിൽ മത്സരിക്കുന്നതിന് യോഗ്യത നേടി. അതിൽ 4 പേർ സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്നതിനുള്ള ടീമിൽ ഇടം നേടി. റെസ്ലിംഗിൽ ഈ വർഷവും നമ്മുടെ വിദ്യാലയത്തെ ജില്ലയിലെ മികച്ച വിദ്യാലയമായി തെരഞ്ഞെടുത്തു. ഫുട്ബോൾ സബ് ജൂനിയർ ബോയ്സ് ജില്ലാതല ജേതാക്കളായി. അത്ലറ്റിക്സിൽ ഗൗതം കൃഷ്ണ സംസ്ഥാന തലത്തിൽ മത്സരിച്ചു. ഈ കലാലയത്തിൽ നിന്നും വിദ്യ നേടിയവരിൽ പലരും ഇന്ന് പ്രശസ്ത നിലയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് സ്കൂളിനെ സംബന്ധിച്ച് അഭിമാനാർഹമായ നേട്ടമാണ്.